തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായ പ്രചരണത്തിൽ നിൽക്കുന്ന സമയമാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ നോക്കിക്കാണുന്നു ചേട്ടൻ? ഞാൻ കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലും കോൺഗ്രസ്സുകാരാണ് വരാൻ സാധ്യത. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഇടതുപക്ഷക്കാരനല്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് ഒരു ഓട്ടോ തൊഴിലാളിയാണ്. അപ്പോൾ നമുക്ക് അറിയാം, നമുക്കിപ്പം വണ്ടിയുടെ ടാക്സ് കൂട്ടി, പെർമിറ്റിൻ്റെ എല്ലാം മൊത്തത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം കോൺഗ്രസ്സാണ് വരാൻ സാധ്യത. പിന്നെ പഞ്ചായത്ത് ഇലക്ഷന് നോക്കുമ്പം വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ നോക്കിയായിരിക്കും. കാര്യം വെച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ ഗുണങ്ങൾ നോക്കിയായിരിക്കും. അതിപ്പോൾ രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയം നോക്കേണ്ട കാര്യമല്ല. ആ സ്ഥാനാർത്ഥി വാർഡിൽ നിൽക്കുന്ന ആൾ ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും അയാൾ ജയിക്കും. അതാണ് കാരണം. അത് അയൽവാസിയൊക്കെ ആയിരിക്കും, പക്ഷേ അയൽവാസിയായിരിക്കും, ബന്ധുക്കളായിരിക്കും. കൂടുതലും ബന്ധുക്കൾ നിൽക്കുന്നവരിൽ ആൾക്കാർ ബന്ധുക്കൾ, അതായത് BJP-കാരനാവാം, കോൺഗ്രസ്സുകാരനാവാം, CPM-ഓ CPI-കാരനോ രാഷ്ട്രീയ പാർട്ടി ഏതായാലും RS-കാരനായാലും അയാളെ ബന്ധു നിന്നാൽ അയാൾ പ്രവർത്തിക്കുന്ന മറ്റവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ വോട്ട് ചെയ്യുന്ന ആ ബന്ധുവിനായിരിക്കും. ബന്ധു ഏത് പാർട്ടിക്കാരനായാലും അയാളായിരിക്കും മുന്നണിയിൽ വരണത്. എന്നാൽ അങ്ങനെയല്ല നിയമസഭ. നിയമസഭ വ്യത്യാസം. നിയമസഭ എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ലേ, അത് രാഷ്ട്രീയത്തിലേ പോകത്തുള്ളൂ. ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഉണ്ടാവുമല്ലോ. ഇപ്പം തന്നെ KSRTC-കാർക്ക് തന്നെ അവർക്ക് DA കൊടുക്കുന്നില്ല. ശമ്പള പരിഷ്കരണം ഒരുപാട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ശമ്പള പരിഷ്കരണം നടപ്പിലായി. എന്നാൽ KSRTC ശമ്പള പരിഷ്കരണം ആകുന്നില്ല, പെൻഷൻകാർക്ക് ആകുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു KSRTC-കാരനാണ്, ഇപ്പോൾ ഓട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. ഓട്ടോ ഓടി ജീവിക്കേണ്ട അവസ്ഥയാണ്. കാര്യം KSRTC പെൻഷൻ പറ്റിയിട്ട് നമുക്ക് അതിന് കിട്ടേണ്ട ബെനിഫിറ്റ് ഒന്നും തരുന്നില്ല. പെൻഷനിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പെൻഷൻ പറ്റുന്ന ആളിന് സമയമായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്, നമുക്കുണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ആളിനെ സമീപിക്കേണ്ടി വരും, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് പോകും. നമ്മളിപ്പോൾ ഓട്ടോ ഓടിയല്ലേ ജീവിക്കുന്നത്, നമ്മളെ അവസ്ഥ അതല്ലേ. ഈ 60-65 വയസ്സാകുമ്പോൾ വന്ന് ഞാൻ ഓട്ടോ ഓടി ജീവിക്കണമെന്ന് പറഞ്ഞ് KSRTC ജോലിയും ചെയ്തിട്ട് KSRTC കിടന്ന് ഇവിടെ നിന്ന് ദീർഘദൂര സർവീസ് ബാംഗ്ലൂരും കോയമ്പത്തൂരും എല്ലാം അന്തർദേശങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന ഞാനാണ്. എന്നിട്ടിപ്പോൾ ഓട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. ആ അവസ്ഥയിൽ പോയില്ലേ. അപ്പം നമ്മളെ പെൻഷനിലെ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി തരികയാണെങ്കിൽ നമുക്കത് നേട്ടം ഉണ്ടാകും. അപ്പോൾ അത് നിയമസഭ വേറെ, പഞ്ചായത്ത് ഇലക്ഷനും വേറെ. ഈ ശബരിമല ബാധിക്കുമോ? ശബരിമല ബാധിക്കുമെന്ന് കേട്ടാൽ ബാധിക്കാതിരിക്കുമോ? കാര്യം വെച്ചാൽ സ്വർണ്ണങ്ങളെല്ലാം പോയില്ലേ. ഇപ്പോൾ അയ്യപ്പൻ യഥാർത്ഥ അയ്യപ്പനാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. അതാണ് കാര്യം. അതുവരെ പോയില്ലേ. നമ്മളെല്ലാവരെയും വിശ്വസ്തനെന്ന് കണക്കാക്കുമ്പം നമ്മൾ ഈശ്വരവിശ്വാസികൾ ഏതായാലും അയ്യപ്പനായാലും ഒരു മസ്ജിദ് ആയാലും പള്ളിയായാലും അതിലൊക്കെ ഇരിക്കുന്ന വിഗ്രഹങ്ങളും ആരാധനകളും എല്ലാം നമ്മൾ ദൈവതുല്യമായിട്ട് കാണുന്നതാണ്. അത് അടിച്ചു മാറ്റുമ്പം പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? നല്ല രീതിക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാര്യം ഇപ്പോൾ നമുക്ക് ഏത് മേഖല എടുത്താലും അവിടെയെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജോലി സംബന്ധമായിട്ടുള്ള സാധാ കൂലിപ്പണിക്കാർക്ക് പോലും ജോലിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിനെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ ആകാൻ സാധ്യതയുണ്ടോ? ഇല്ല, രണ്ടായിരിക്കും. അതായത് ഇപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ അടുത്ത് നമ്മുടെ അയൽവാസികളായിരിക്കാം, അല്ലെ ബന്ധുക്കളായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നാട്ടിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന യുവാക്കളായിരിക്കാം, അല്ലെ യുവതികളായിരിക്കാം, അങ്ങനെയുള്ളവരായിരിക്കാം അത് കൂടുതലായിട്ട് വരുന്നത്. ആ ആൾക്കാർക്കെല്ലാം കൂടുതലായിട്ട് അവരായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അത് കക്ഷി രാഷ്ട്രീയമല്ലാത്ത രീതിയിലായിരിക്കാം. ഭരണവിരുദ്ധ വികാരം കാണുന്നുണ്ടോ? തീർച്ചയായും കാണുന്നുണ്ട്. ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ തിരിച്ച് ചിന്തിക്കുമല്ലോ. ഒരു മാറ്റം അനിവാര്യമാണ്. ഒരു സർക്കാരും 5 വർഷത്തിൽ കൂടുതൽ ഭരിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ നമ്മൾ കൂടുതലായി കട്ടുകൊണ്ടുപോകും. അതായത് നമ്മളെ മുകളിലേക്ക് ആരും വരാനില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ ആരായിരുന്നാലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്തും ചെയ്യും. അതാണിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും അതാണ് ശബരിമലയും കാണുന്നത്.